Dear students, ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠഭാഗത്തിൻ്റെ 4ാം പാർട്ടാണ്. ആദ്യ പാർട്ടുകളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കീരിയും പാമ്പും മംഗൂസും സ്നേക്കും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഭാഗത്താണ് നമ്മൾ എത്തിയിരുന്നത്. ഇന്ത്യൻ എഴുത്തുകാരനായ ഇംഗ്ലീഷ് റൈറ്റർ റസ്കിൻ ബോണ്ട് ഒരു ക്രിക്കറ്റ് കമൻട്രി അവതരിപ്പിക്കുന്നത് പോലെ ആ പോരാട്ടത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും ഇങ്ങനെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഓക്കെ, അവസാന ഭാഗത്ത് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അതായത് കീരി പാമ്പിൻ്റെ കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുകയും ആ പാമ്പിൻ പത്തിയുടെ ഹൂഡിന് താഴെ നോട്ടമുറപ്പിക്കുകയും ചെയ്യുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, വളരെ വേഗത്തിൽ മുന്നോട്ട് ചലിക്കുകയാണ്. until he was just within the cobra's reach. കോബ്രയുടെ അടുത്തെത്തുന്നത് വരെ വളരെ വേഗത്തിൽ മുന്നോട്ട് ചലിക്കുകയാണ്. ആര്? മംഗൂസ്. ഹി മെയ്ഡ് എ ഫൈൻഡ് ടു വൺ സൈഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ഹി മെയ്ഡ് എ ഫൈൻഡ്, അവനൊരു ഉപായം കണ്ടെത്തി. ഒരു തരികിട കളിച്ചു. ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് തരികിട കളിച്ചു കൊണ്ടെന്ന് ചാടുകയാണ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഉപായം കണ്ടെത്തുകയാണ്. Immediately the cobra struck. ആ സമയം തന്നെ കോബ്ര എന്ത് ചെയ്യുന്നു? അവനെ കൊത്തുകയാണ്. His great hood came down so swiftly that I thought nothing could save the mongoose. His great hood, അവൻ്റെ അതിഭയങ്കരമായ ആ പത്തിയുണ്ടല്ലോ, ആ ഹുഡ് നേരെ താഴോട്ട് വരികയാണ്. വളരെ വേഗത്തിൽ, സോ സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. That I thought nothing could save the mongoose. ഞാൻ വിചാരിച്ചു ഒരിക്കലും മംഗൂസിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. അത്രമാത്രം ശക്തമായിട്ട് പാമ്പ് ആക്രമിക്കുകയാണ്. But the little fellow jumped neatly to one side. ആ സമയം തന്നെ ആ ചെറിയ ജീവി ഉണ്ടല്ലോ, മംഗൂസ് ഉണ്ടല്ലോ, വളരെ നീറ്റ്ലി ആയിട്ട് മനോഹരമായിട്ട് ഒരു ഭാഗത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. And darted in as swiftly as the cobra. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കോബ്രയുടെ വേഗത്തിൽ മംഗൂസ് നേരെ ചാടി വീഴുകയാണ്. ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വീഴുക എന്നർത്ഥമാണ്. Biting the snake on the back. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പാമ്പിൻ്റെ പിറകിൽ കടിക്കുകയാണ്. And darting away came out of reach. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കടിച്ചതിന് ശേഷം വളരെ അകലത്തേക്ക് വീണ്ടും ചാടി മറിയുകയാണ്. The moment the cobra struck. പാമ്പ് നേരത്തെ കൊത്തിയില്ലേ, കീരിയെ കൊത്തുന്ന ആ സമയല്ലേ, കൂട്ടിങ്ങനെ താഴോട്ട് വരുന്ന ആ സമയല്ലേ, ആ സമയത്ത് 2 കാഴ്ചക്കാരുണ്ടായിരുന്നു. The crow and the myna hauled themselves at him. മൈനയും കാക്കയും എന്ത് ചെയ്തു? hauled themselves at him. ആ പാമ്പിനെ നേരെയായിട്ട് വട്ടമിട്ട്, hauled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടമിട്ട് പറക്കുക എന്നർത്ഥമാണ്. Only to call it heavily in mid-air, shaking at each other, they returned to the cactus plant. Only to call it heavily in mid-air. അവരെവിടെയാണ് വട്ടമിട്ട് കറങ്ങുന്നത്? പാമ്പിന് മുകളിലായിട്ട്, മിഡ് ഹയറിൽ, വായുവിൽ മാത്രമാണ്, പാമ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. ഷ്രീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൽക്കാര ശബ്ദം, പക്ഷികൾ കരയുന്ന ശബ്ദമുണ്ടല്ലോ, അതാണ് ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ. പരസ്പരം സീൽക്കാര ശബ്ദമുണ്ടാക്കുകയാണ്. എന്നിട്ട് they returned to the cactus plant. അവർ കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നോക്കാം നമുക്ക് അടുത്ത പാരഗ്രാഫ്. A few drops of blood glistened on the cobra's back. നേരത്തെ ഒരു കടി മംഗൂസ് കൊടുത്തിരുന്നു.
എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്, കുറച്ച് തുള്ളി രക്തമുണ്ടല്ലോ, ക്ലിസ്റ്റനഡായിപ്പോയി. കോബ്രയുടെ പിന്നിൽ നിന്ന് രക്തത്തുള്ളികൾ പൊഴിഞ്ഞു എന്നർത്ഥമാണ്. ദ കോബ്ര സ്ട്രൈക്ക് അഗൈൻ ആൻഡ് മിസ്ഡ്. കോബ്ര എന്ത് ചെയ്തു? പിന്നിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിലും പോരാട്ടം നിർത്തിയില്ല. വീണ്ടും എന്ത് ചെയ്യാണ്? മംഗൂസിനെ കടിക്കുകയാണ്. Again the mongoose sprang aside. വീണ്ടും മംഗൂസ് എന്ത് ചെയ്തു? കടിക്കാൻ വന്നപ്പോൾ ഒരു ഭാഗത്തേക്ക് ചാടി മറിയുകയാണ്. ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മംഗൂസ് ജംപ്ഡ് ഇൻ, സ്നേക്കിലേക്ക് ചാടുകയാണ്. ആൻഡ് ബിറ്റ്, ഉടൻ തന്നെ കടിക്കുകയാണ്, ചാടി കടിക്കുന്നു. Again the birds dived at the snake. വീണ്ടും എന്ത് ചെയ്യുകയാണ്? നമ്മുടെ രണ്ട് പക്ഷികളുണ്ടല്ലോ, മൈനയും കാക്കയും. മൈനയും കാക്കയും ആ സ്നേക്കിന് നേരെ വീണ്ടും ഡൈവ് ചെയ്യുകയാണ്. bumped into each other instead. പക്ഷേ പാമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ബംപ്ഡായി പോവുകയാണ്, പരസ്പരം കൂട്ടിമുട്ടുകയാണ്. and returned shaking to the safety of the cactus. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ തിരിച്ച് സീൽക്കാര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കാക്ടസിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കള്ളിമുൾച്ചെടിയിലേക്ക് തന്നെ അവർ തിരിച്ചു വന്ന് സേഫ് ആകുകയാണ്. ഓക്കെ, 2 പ്രാവശ്യം മൈനയും കാക്കയും ശ്രമിക്കുകയാണ്. 2 പ്രാവശ്യം അവർ സേഫായി തിരിച്ചെത്തുകയാണ്. The third round followed the same course as the first, but with one dramatic difference. The third round followed the same course. 3-ാം റൗണ്ടിലും പതിവ് പോലെ തന്നെ സംഭവിച്ചു. എങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക? പാമ്പ് കടിക്കും, പക്ഷേ മംഗൂസ് മാറും. വീണ്ടും എന്ത് ചെയ്യുന്നു? മംഗൂസ് പാമ്പിനെ കടിക്കും. ആ ഒരു 3rd റൗണ്ടും എന്ത് ചെയ്തു? പഴയതുപോലെ ആവർത്തിക്കുകയാണ്. But with one dramatic difference. പക്ഷേ ഒരു നാടകീയമായ വ്യത്യസ്തത മാത്രം. ഈ റൗണ്ടിൽ എന്തോ പ്രത്യേകിച്ച് സംഭവിക്കുന്നുണ്ട് കേട്ടോ. നോക്കൂ. The crow and the myna are still determined to take a part in the proceedings. നേരത്തെ അവർ പോയി കൂട്ടുമുട്ടി, ആര്? മൈനയും കാക്കയും. എന്നാൽ പോലും അവരെന്ത് ചെയ്തില്ല? പിന്മാറാൻ തയ്യാറായില്ല. അവർ ഇതിൻ്റെ ഭാഗമാകാൻ തന്നെ തീരുമാനിക്കുകയാണ്. Dived at a cobra. കോബ്രയിലേക്കാണ് അവർ ഡൈവ് ചെയ്യുന്നത്. കോബ്രയാണ് അവരുടെ ശത്രു. But this time they missed each other as well as their mark. പക്ഷേ ഈ സമയം എന്ത് ചെയ്തു? അവർക്ക് അവരുടെ ലക്ഷ്യം തെറ്റുകയാണ്. The myna flew on and reached its perch. മൈന എന്ത് ചെയ്തു? നേരെ പറന്നിട്ട് അതിൻ്റെ പെർച്ചിലേക്ക് തന്നെ, അതിൻ്റെ കൊമ്പിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. But the crow tried to pull up in mid-air. കാക്ക എന്ത് ചെയ്യുന്നു? വായുവിൽ പിന്തിരിയാൻ, ടേൺ ബാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. In the second, ആ സെക്കൻഡ് തന്നെ that it took time to do this, the cobra wiped his head back and struck with great force. ആ സമയം തന്നെ എന്ത് സംഭവിക്കുകയാണ്? കോബ്ര വൈപ്ഡ്. കോബ്ര എന്ത് ചെയ്തു? ആഞ്ഞടിക്കുകയാണ്. ഹിസ് ഹെഡ് ബാക്ക്, അവൻ്റെ തലപ്പിറകിലേക്കാക്കിയിട്ട് ആഞ്ഞടിക്കുകയാണ്. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? വളരെ ശക്തമായിട്ട് ആഞ്ഞു കൊത്തുകയാണ്. ഗ്രേറ്റ് ഫോഴ്സിൽ കൊത്തുകയാണ്. ഹി സ്നൗട്ട് ടച്ചിങ് അഗൈൻസ്റ്റ് ദ ക്രോസ് ബോഡി. ഹി സ്നൗട്ട്, അവൻ്റെ ആ മൂന്തയുണ്ടല്ലോ, സ്നൗട്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖഭാഗം. ടച്ചിങ് അഗൈൻസ്റ്റ് ദ ക്രോസ് ബോഡി, കാക്കയുടെ ശരീരത്തിൽ തഡിങ് ചെയ്യുകയാണ്, തട്ടുകയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം എന്ത് സംഭവിക്കുമെന്നുള്ളത്. I saw the bird flung nearly 20 feet across the garden. I saw, ഞാൻ കണ്ടത്, the bird. ആര് the bird എന്ന് പറഞ്ഞാൽ ആരാണ്? കാക്കയാണ്. flung nearly 20 feet across the garden. ഗാർഡൻ്റെ ചുറ്റുമായിട്ട് ഏകദേശം 20 അടി ദൂരത്തേക്ക് അത് പറന്നു പോകുകയാണ്. After fluttering about for a while. എങ്ങനെ പറന്നു പോകുന്നത്?
ആഫ്റ്റർ ഫ്ലറ്ററിങ് അബൌട്ട് ഫോർ എ വൈൽ, അല്പനേരം ഫ്ലറ്ററിങ് ചെയ്തുകൊണ്ട്, ചിറകടിച്ചുകൊണ്ട്, ഇറ്റ് ലേ സ്റ്റിൽ, അത് താഴെ വീഴുകയാണ്. കാക്കയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. ഈ സമയം എന്ത് ചെയ്യുന്നു? മൈന നേരെ കാക്ടസ് പ്ലാന്റിൽ തന്നെ ഇരിക്കുന്നു. വെരി വൈസ്ലി, വളരെ വിവേകത്തോടു കൂടിയിട്ട്, റഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫറിങ് എഗൈൻ, പിന്നെ ആ വിഷയത്തിൽ ഇടപെടാതെ വളരെ വിവേകത്തോടു കൂടി. കാക്കക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് മൈന കണ്ടു. പിന്നെ മൈന എന്ത് ചെയ്തില്ല? അതിലിടപെട്ടതേയില്ല. റഫ്രൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ നോക്കാം. ഇനി ഇപ്പോഴും പോരാട്ടം അവസാനിച്ചിട്ടില്ല. മംഗൂസും കോബ്രയും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്ര വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. പാമ്പ് ക്ഷീണിച്ചിരിക്കുന്നു. രക്തം ഗ്ലിസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2-3 കടികൾ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ്പ് ടു ഇറ്റ്. മംഗൂസ് എന്ത് ചെയ്യുന്നു? നിർഭയത്തോടു കൂടിയിട്ട്, ഭയമില്ലാതെ അതിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. മംഗൂസിന് ഭയക്കേണ്ടതില്ല. കാരണം കോബ്ര വീക്കായിട്ടുണ്ട്. ശത്രു എന്തായിട്ടുണ്ട്? ക്ഷീണിച്ചിട്ടുണ്ട്. റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്. എന്നിട്ട് എന്ത് ചെയ്തു? വളരെ ധൈര്യത്തോടു കൂടി റൈസ്ഡ് ഹിംസെൽഫ്, അവനിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവൻ്റെ കുഞ്ഞിക്കാലുകളിൽ അവനിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആൻഡ് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? വളരെ വേഗത്തിൽ തന്നെ പാമ്പിനെ വീണ്ടും എന്ത് ചെയ്യാണ്? കടിക്കുകയാണ്. ഒരു സ്നാപ്പ് വെച്ച് കൊടുക്കുകയാണ്, ഒരു കടി വെച്ച് കൊടുക്കുകയാണ്. The cobra writhed and lashed about in a frightening manner. ആ സമയം the cobra writhed, കോബ്ര എന്ത് ചെയ്യാണ്? വേദന കൊണ്ട് പുളയുകയാണ്. writhed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന കൊണ്ട് പുളയുകയാണ്. and lashed about in a frightening manner. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വളരെ ഭയത്തോടു കൂടിയിട്ട് ലാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കുതറിമാറാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. ഭയത്തോടു കൂടി തന്നെ മംഗൂസിനെ ചുറ്റി വരിയാനുള്ള ശ്രമം നടത്തുകയാണ്, കോയിൽ ചെയ്യുവാനുള്ള ശ്രമം നടത്തുകയാണ്. ബട്ട് ഓൾ ടു നോ അവൈൽ. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല, ഒരു കാര്യം ഉണ്ടായില്ല. The little fellow hung grimly on. ആ ചെറിയ ലിറ്റിൽ ഫെലോ ഉണ്ടല്ലോ, ആ ചെറിയ ജീവി മംഗൂസ് ഉണ്ടല്ലോ, hung grimly on, കടിച്ചു തൂങ്ങുകയാണ്. Until the snake had ceased to struggle. Until the snake had ceased to struggle. അതായത് ഈ കോബ്ര പോരാട്ടം, സ്ട്രഗിൾ അവസാനിപ്പിക്കുന്നത് വരെ, സീസ് ചെയ്യുന്നത് വരെ കടിച്ചു തൂങ്ങുകയാണ്. ഹീ ദെൻ സ്മെൽഡ്. പിന്നീട് എന്ത് ചെയ്തു? പിടുത്തൊക്കെ വിട്ടതിന് ശേഷം ഹീ ദെൻ സ്മെൽറ്റ്, അവൻ എന്ത് ചെയ്യുന്നു? മെല്ലെ ഒന്ന് മണക്കുകയാണ്. അലോങ് ഇറ്റ്സ് ക്യൂവറിങ് ലെങ്ത്. ആ പാമ്പിൻ്റെ ബോഡി ഉണ്ടല്ലോ, ആ ചെറുതായി ചലിക്കുന്ന പാമ്പിൻ്റെ ബോഡി ഒന്ന് മണക്കുകയാണ്. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹൂഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൂഡിന്, പത്തിക്ക് ചുറ്റും എന്ത് ചെയ്യാണ്? ഗ്രിപ്പ് ചെയ്യുകയാണ്, മുറുകെ പിടിക്കുകയാണ്. ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചെടിക്കൂട്ടങ്ങളിലേക്ക് അത് വലിച്ചുകൊണ്ട്, ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ദ മൈന ടോപ്ഡ് ക്യൂഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. ഈ സമയം മൈന എന്ത് ചെയ്തു? ക്യൂഷ്യസ്ലി ആയിട്ട് മൈന വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് താഴേക്ക് വിടുകയാണ്, നിലത്തേക്ക് വിടുകയാണ്. ഹോപ്ഡ് അബൌട്ട് പീഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് പീഡ് ഇൻ ടു ദ ബുഷസ്, ആ ബുഷസിലേക്ക്, ആ കുറ്റിക്കാടിലേക്ക് എന്ത് ചെയ്യാണ്? ഒളിഞ്ഞിങ്ങനെ നോക്കുകയാണ്. ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, ഒരു സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ട്. ഇപ്പോഴും അതിനൊക്കെ ഉറപ്പായിട്ടില്ല, പേടിയുണ്ട്. അപ്പോൾ സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പീർ ചെയ്യുകയാണ്, ഒളിഞ്ഞു നോക്കുകയാണ്. ആൻഡ് ദെൻ വിത്ത് ശ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ സംഭവിച്ചത് കണ്ടപ്പോൾ, പാമ്പ് ചത്തു എന്ന് ഉറപ്പാക്കിയപ്പോൾ
കൺഗ്രാജുലേഷൻ്റെ ഒരു ഷ്രില്ല് നൽകിക്കൊണ്ട്, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദനത്തെ ആരഭിനന്ദിച്ചു? മംഗൂസിനെ അഭിനന്ദിക്കുന്ന ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഫ്ലൂ അവേ. അതെന്ത് ചെയ്യുകയാണ്? ഫ്ലൂ അവേ, അത് ദൂരേക്ക് പറന്നു പോവുകയാണ്. അപ്പോൾ ഈ പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു പാർട്ടോട് കൂടിയിട്ട് നമ്മുടെ ഈ പാഠഭാഗം അവസാനിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായും SSLC വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങളിലെ വിവിധ ചാപ്റ്ററുകൾ നമ്മൾ ഈ ചാനലിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.